അവന്തികയുടെ അപ്പീൽ ചിലപ്പോ തള്ളും. വിധി സച്ചിക്ക് അനുകൂലാവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാ എനിക്ക് കിട്ടിയ വിവരം. ഇത് നല്ല വാർത്തയാണല്ലോ. വക്കീലിന്റെ പിന്നാലെ കുറെ പ്രയാസപ്പെട്ടു അല്ലേ? കേസിന്റെ പിന്നാലെ കഷ്ടപ്പെടുന്നതല്ലേ വക്കീലന്മാരുടെ ജോലി. അതിനല്ലേ നല്ല ഫീസ് വാങ്ങുന്നേ. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ സച്ചിക്ക് തിരിച്ചു കിട്ടുമ്പോ എനിക്കും വക്കീൽ ഫീസായി ചില കോടികളൊക്കെ തന്നാ മതി. എന്ത് വേണേലും തരാം. ഈ ജന്മം മുഴുവൻ ഞാൻ വക്കീലിനോട് കടപ്പെട്ടിരിക്കുന്നു. മിക്കവാറും ഒരു 6 മാസത്തിനകം കേസ് വിധിയാകും. ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്ന നെല്ലിശ്ശേരിയിൽ നിന്ന് കൈവിട്ടു പോയ സമ്പത്ത് മുഴുവൻ താമസിയാതെ സച്ചിയുടെ കൈവശം വന്നു ചേരും. ഈ സ്വത്ത് കിട്ടിയിട്ട് മാത്രം കാര്യമില്ലല്ലോ, അവന്തികയ്ക്ക് ശിക്ഷ കൂടി കിട്ടണ്ടേ? അവന്തികയ്ക്ക് മിക്കവാറും ആ കൊലക്കേസിൽ ജീവപര്യന്തമായിരിക്കും കിട്ടാൻ പോകുന്നത്. ആ, അതെങ്ങനെ അറിയാം? അറിയാം. ആ കേസിനെ കുറിച്ച് ഞാൻ വിശദമായിട്ടൊന്ന് പഠിച്ചു. അവന്തികയ്ക്ക് നല്ല ഒന്നാന്തരം കുരുക്കാ ഒപ്പിച്ചു വെച്ചിട്ടുള്ളത്. അതിന് പിന്നിൽ ആരായാലും അവര് നല്ല ഒന്നാന്തരം പുള്ളികളാ. അവർക്ക് മുമ്പിൽ അവന്തികയുടെ ഒരു കളികളും വിലപ്പോവില്ല. ആ, അത് നന്നായി. അതാരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർക്കൊരു സമ്മാനം കൊടുക്കായിരുന്നു. അല്ല, ആരെ വിവരങ്ങളൊക്കെ വക്കീലിന് തന്നത്? ഞാൻ ഗൂഗിൾ സാറുമായിട്ട് സംസാരിച്ചിരുന്നു. ഓ, അതാണോ? എന്താ ഗൂഗിൾ സാറിന്റെ കാര്യം പറയുമ്പോൾ ഒരു താല്പര്യമില്ലാത്തതുപോലെ? വക്കീലെ, അയാളുടെ കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിൽ വഴക്കിടണ്ട. എത്രയും വേഗം എനിക്ക് അർച്ചനയും മോളും തിരിച്ചു കിട്ടണം. വക്കീല് അതിനുള്ള വഴികൾ നോക്ക്. നമ്മുടെ കേസ് കോടതി ഫയൽ സ്വീകരിച്ചു. മിക്കവാറും നോട്ടീസ് ആയി കാണും. ആ, അപ്പോ ഇനിയെല്ലാം കോടതിയില് അല്ലേ? അതെ, കേസ് കോടതിയിൽ എത്തിയ സ്ഥിതിക്ക് ഇനി അതല്ലാതെ വേറെ മാർഗമില്ല. ഇനി കോടതി തന്നെ തീരുമാനിക്കട്ടെ. എന്താ കിട്ടുന്നില്ലേ? ഇല്ല, ഫോൺ സ്വിച്ച് ഓഫാ. ഇതിന്റെ പിന്നിൽ അവന്തിക തന്നെ, അല്ലാതെ വേറെ ആരുമല്ല. ആ ലീല ചേച്ചി ഒന്ന് വിളിച്ചു നോക്കിയാലോ? അവന്തിക കാഞ്ചനെ എന്തെങ്കിലും അപകടത്തിൽപ്പെടുത്തുന്ന മുമ്പ് എങ്ങനെയെങ്കിലും കാഞ്ചനെ കണ്ടുപിടിക്കണം. എന്തായാലും ഞാൻ ലീലാവതി ചേച്ചി എന്ന് വിളിക്കട്ടെ. അവരിപ്പോ പേടിച്ചിരിക്കായിരിക്കും. നമ്മൾ അവരെ നിർബന്ധിച്ച് ഇതിലേക്ക് കൊണ്ടുവന്ന് കാഞ്ചനയുടെ ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ നമ്മളായിരിക്കും അതിന് ഉത്തരവാദി. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതിനു മുമ്പ് കാഞ്ചനെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. ഹലോ സാറേ, എന്തായി? എന്റെ മോൾ എവിടെയാ? ഞങ്ങൾ അന്വേഷിക്കാം. പക്ഷേ നിങ്ങൾ പോലീസിലൊരു റിട്ടേൺ കംപ്ലൈന്റ് തരണം. അതിന് തയ്യാറാണല്ലോ അല്ലേ? എന്റെ സാറേ, ഞാൻ എന്ത് കംപ്ലൈന്റ് വേണമെങ്കിലും തരാം. എങ്ങനെയെങ്കിലും എന്റെ മോളെ ഒന്ന് കണ്ടുപിടിച്ച് തന്നാ മതി.